empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഈ പ്രശ്ന പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പൂർവ്വ പിതാവായ യാക്കോബിന്റെ ഭാര്യ റാഹേലിനെ കുറിച്ചായിരുന്നു. നമ്മൾ കണ്ടു, കർത്താവ് അതിശയകരമായ വിധത്തിൽ അവരുടെ ജീവിതത്തിൽ അവരെ വഴി നടത്തി. എന്നാൽ ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും തന്റെ കുലദൈവങ്ങളിൽ ആശ്രയിക്കുന്ന, അവരിൽ ശരണം കണ്ടെത്തുന്ന, അവരിൽ ശക്തി അർപ്പിക്കുന്ന റാഹേലിനെയാണ് കഴിഞ്ഞ ആഴ്ച തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർത്തനങ്ങളിലൂടെ ദാവീദ് രാജാവ് നമ്മോട് ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. 62-ാം സങ്കീർത്തനം അവിടെ 8-ാം തിരുവാക്യത്തിൽ ഇപ്രകാരമാണ് വചനം പറയുന്നത്: ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ദാവീദ് രാജാവ് ഉറപ്പോടെ പറയുകയാണ്, കർത്താവിലായിരിക്കണം നമ്മൾ ശരണം വെക്കേണ്ടതെന്ന്, അവിടുന്നാണ് നമ്മുടെ സങ്കേതമെന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം. ഈ ഒരു അഭിഷേകം നമ്മൾ പ്രാപിക്കുവാൻ, എന്ത് തന്നെ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വന്നാലും കർത്താവിലാണ് എൻ്റെ ശരണം എന്ന് പറയുവാൻ, കർത്താവാണ് എൻ്റെ സങ്കേതം എന്ന് ഉറപ്പോടെ പറയുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് പറയുന്ന കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഉൾക്കൊള്ളുവാനുള്ള കൃപ ലഭിക്കുവാൻ ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ച്, കർത്താവാണ് എൻ്റെ സങ്കേതം എന്ന് ഉറപ്പോടെ നമുക്ക് ഏറ്റു പറഞ്ഞ് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഏറ്റു പറയുന്നു, അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം, അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം. കർത്താവെ, ഞങ്ങൾ ശരണം വയ്ക്കുന്നത് മറ്റൊന്നിലുമല്ല, അങ്ങിൽ മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. നീ എൻ സങ്കേതം, നീ എൻ കോട്ടയും, നീ എൻ സർവവും യേശുവേ. ഏറ്റു പറയുന്നു യേശോയേ. നീ എൻ സങ്കേതം, നീ എൻ കോട്ടയും, നീ എൻ സർവവും യേശുവേ. ഹല്ലേലൂയ. ആ മാർവിൽ ചാരുമ്പോൾ ഭയമില്ല പ്രിയനേ, ആത്മാവിൽ ഞാൻ ആരാധിച്ചിടും. ഹല്ലേലൂയ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനേ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ കീർത്തിച്ച് പാടുകയാണ്. അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം, അങ്ങാണ് ഞങ്ങളുടെ കോട്ട. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു, അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് ഞങ്ങൾ ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു യേശോയേ. ഹല്ലേലൂയ. അസ്തമിച്ചാലും അന്ധകാരമെന്നെ തളർത്തിയാലും, സാധ്യതകളും അസ്തമിച്ചാലും അന്ധകാരമെന്നെ തളർത്തിയാലും, യേശുവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു ഞാൻ. യേശുനാമം ജയം എനിക്ക് പറയുന്നു കർത്താവേ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനേ. ആമേൻ, ആമേൻ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനേ. യേശോയേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ കീർത്തിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തി പാടുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശോയേ, അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം, അങ്ങാണ് ഞങ്ങളുടെ കോട്ട, അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾ ഏറ്റു പറയുന്ന യേശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രമാത്രം പ്രതികൂലത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും, എത്രമാത്രം ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോഴും അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് ഏറ്റു പറയുവാൻ
ഈ ലോകത്തിലെ മറ്റൊന്നിലും ആശ്രയം കണ്ടെത്താതെ, ശരണം വെക്കാതെ അങ്ങിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവ് എപ്പോഴും ആശ്രയമായിരുന്ന, കർത്താവിൽ മാത്രം ആശ്രയം കണ്ടെത്തി ജീവിച്ച് ഞങ്ങളെ കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾക്ക് അമ്മ നൽകിയ മാതൃക അനുസരിച്ച് എപ്പോഴും എന്ത് തന്നെ വന്നാലും കർത്താവിലുള്ള ആ ഒരു ആശ്രയത്വം അത് വിട്ടുപോകാതെ, അതിൽ അല്പം പോലും പിന്നോട്ട് പോകാതെ പരിപൂർണമായും കർത്താവിൽ ആശ്രയിക്കുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, കർത്താവിലുള്ള ആശ്രയത്വത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അത്ര പ്രോമിനന്റ് അല്ലാത്ത കുറച്ച് വ്യക്തി ജീവിതങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഇടയിലാണെങ്കിലും നമുക്കറിയാം ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. അവർ ഒളിച്ചിരിക്കുന്നവരാ, ഒരിക്കലും അവർ മുൻനിരയിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ അവരുടേതായ ആ ഒരു റോളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നവർ. അങ്ങനെ ചില വ്യക്തി ജീവിതങ്ങളെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും അവർ മുൻനിരയിലേക്ക് കടന്നു വരുന്നില്ല. പക്ഷേ കർത്താവ് അവരെ മറന്നു കളയുന്നതായി നമ്മൾ കാണുന്നില്ല. അവരുടെ പേര് നമ്മുടെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് എഴുതി ചേർക്കുകയാണ്. ആ ജീവിതങ്ങളുടെ പ്രാധാന്യം എത്രമാത്രമെന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുകയാ. ഒരിക്കൽ പോലും അവരെ മുൻനിരയിലേക്ക് നമ്മൾ കാണുന്നില്ല. അവരുടെ പേരുകൾ അധിക പ്രാവശ്യമൊന്നും പറയപ്പെടുന്നില്ല. പക്ഷേ അവർ എത്രമാത്രം പ്രാധാന്യമുള്ളവരാണെന്ന് കർത്താവ് നമ്മെ കാണിച്ചു തരികയാണ്. അതിൽ ആദ്യത്തെ വ്യക്തി, നമുക്ക് ആ വ്യക്തിയിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 1-ാം തിരുവാക്യത്തിലാണ് നമ്മൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. അബ്രാഹം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. നമുക്കറിയാം അബ്രാഹത്തിന്റെ ഭാര്യ നാം എല്ലാവരും അറിയുന്ന സാറായാണ്. സാറായെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒത്തിരിയേറെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സാറ. ഇസ്രായേൽ വംശത്തിന്റെ തന്നെ അമ്മയാണ് സാറ. എന്നാൽ ആ സാറ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അബ്രാഹാം ഇസഹാക്കുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവനെ വിവാഹം കഴിപ്പിക്കുന്നു, അവന്റെ കുടുംബത്തെ അവിടെ സ്റ്റേബിൾ ആക്കുന്നു. ആ ഉത്തരവാദിത്വങ്ങളെല്ലാം കഴിഞ്ഞ് അബ്രാഹാം രണ്ടാമതൊരു വിവാഹം ചെയ്യുകയാണ്. ആ വിവാഹം ചെയ്ത സ്ത്രീയുടെ പേരായിരുന്നു കെത്തൂറ. തുടർന്ന് തിരുവചനം എന്താ പറയുന്നത്? അവളിൽ അവന് സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷൂവാഹ് എന്നിവർ ജനിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? കെത്തൂറായെ വിവാഹം ചെയ്തതിന് ശേഷം അബ്രാഹത്തിന് 6 ആൺമക്കൾ ജനിക്കുകയാണ്. അവരുടെ പേരാണ് നമ്മൾ കേട്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കർത്താവ് അബ്രാഹത്തിന് വലിയൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. നിന്നെ ഞാൻ ജനതകൾക്ക് വലിയൊരു ജനതയുടെ പിതാവാക്കി മാറ്റുമെന്ന്. ആ ഒരു പ്രോമിസ്, കർത്താവ് നൽകിയ ആ ഒരു വാഗ്ദാനം നിറവേറ്റുവാനായിട്ട് കർത്താവ് എടുത്തുപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ കെത്തൂറ എന്ന് പറയുന്ന സ്ത്രീ. നമുക്കറിയാം സാറായിലൂടെ അബ്രാഹത്തിന് ഇസഹാക്ക് ജനിക്കുന്നുണ്ട്. വീണ്ടും ഹാഗാറിലൂടെ അബ്രാഹത്തിന് ഇസ്മായേൽ ജനിക്കുന്നുണ്ട്. വീണ്ടും ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? കെത്തൂറ എന്ന സ്ത്രീയിൽ അബ്രാഹത്തിന് 6 ആൺമക്കൾ ജനിക്കുകയാണ്. ഈ ആൺമക്കൾ അല്ലെങ്കിൽ ഈ കെത്തൂറായെയും ആൺമക്കളെയും അബ്രാഹാം എന്താ ചെയ്തത്? നമുക്ക് 6-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. തന്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്നും ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. ഇവിടെ കെത്തൂറായെ ഉൾപ്പെടെ മറ്റെല്ലാ മക്കളെയും അബ്രാഹാം ഇസഹാക്കിൽ നിന്ന് ദൂരെ മറ്റൊരു ദേശത്തേക്ക്, കിഴക്ക് ദേശത്തേക്ക് അയക്കുകയാണ്. നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കും, നമ്മൾ കണ്ടു, ഇതിലൊരു മകനായിരുന്നു മിദിയാൻ. ഈ മിദിയാനെ അടക്കം മക്കളെ എല്ലാവരെയും കിഴക്ക് ദേശത്തേക്ക് അബ്രാഹാം അയക്കുകയാണ്.
പിന്നീട് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, മിദിയാൻ ദേശത്ത് വെച്ചിട്ടാണ് മോശ പ്രവാചകന് ഭാര്യയെ ലഭിക്കുന്നത്. മിദിയാൻകാരനായ ജെത്രോയുടെ മകളാണ് മോശയുടെ ഭാര്യയായി തീരുന്ന സിപ്പോറ. ഇവര് കിഴക്ക് ദേശത്ത് നിന്ന് അവിടെ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും, ജെത്രോ അടക്കം ആ ഒരു ദേശത്തുള്ളവരെല്ലാം സത്യദൈവത്തെ ആരാധിച്ചവരായിരുന്നു. അവരെല്ലാവരും ഏകദൈവ വിശ്വാസത്തിൽ വളർന്നു വന്നവരായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചിന്തിച്ചു വന്നത് കെത്തൂറയെ കുറിച്ചായിരുന്നു. കെത്തൂറ എന്ന സ്ത്രീയെ ഇവിടെ കർത്താവ് എടുത്തുപയോഗിക്കുകയാണ് തന്റെ വാഗ്ദാന പൂർത്തീകരണത്തിന് വേണ്ടി. വലിയൊരു ജനതയുടെ പിതാവായി അബ്രാഹത്തെ ഉയർത്താൻ വേണ്ടി കർത്താവ് എടുത്തുപയോഗിച്ച വലിയൊരു ഉപകരണമായിരുന്നു കെത്തൂറ. എന്നാൽ അവൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുവളാണ്. അവളെ അധികം നമുക്ക് ആർക്കും അവളെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ കെത്തൂറായെ കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. പരിശുദ്ധ ബൈബിളിൽ അവളുടെ പേര് എഴുതി ചേർത്തുകൊണ്ട് കർത്താവ് അവളെ എന്നും ഓർമ്മിക്കാൻ ഇടയാക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും പിന്തള്ളപ്പെടുന്നതായി, മറഞ്ഞു പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. ആ ഒരു വേദനയിൽ നിൽക്കുന്നവരാണ്. എന്നാൽ ഇതുപോലെയുള്ള ജീവിതങ്ങൾ എന്താണ് പ്രിയമുള്ളവരെ ഇവരിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും പറഞ്ഞു തരുന്നത്? നാം ഒരിക്കലും കർത്താവിന്റെ മുൻപിൽ മറയപ്പെടുന്നില്ല. നാം ആയിരിക്കുന്നിടത്ത് കർത്താവ് നമ്മെ നിയോഗിച്ച് നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ ഒരു ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാ. അവിടെ വിശ്വസ്തയോടെ നിന്ന് കർത്താവിന് സന്തോഷം നൽകാനാ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് 35-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 8-ാം തിരുവാക്യത്തിൽ ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. റെബേക്കായുടെ പരിചാരികയായ ദബോറ മരണമടഞ്ഞു. ഇവിടെ ദബോറയെ കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാ. നമുക്കറിയാം, ന്യായാധിപയായ ഒരു ദബോറയുണ്ട്. ദബോറയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇവൾ റെബേക്കായുടെ, ഇസഹാക്കിന്റെ ഭാര്യ റെബേക്കായുടെ പരിചാരികയായിരുന്നു. ഈ ദബോറ മരണമടഞ്ഞു എന്ന തിരുവചനം പറയുന്നത്. ഇതിനു മുൻപ് ദബോറ എന്ന പേര് നമ്മൾ ഇവിടെ കാണുന്നില്ല. ഈ ഒരു പരിചാരികയെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. എന്നാൽ 24-ാം അധ്യായത്തിൽ 59-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അവർ അവരുടെ സഹോദരി റെബേക്കായെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിന്റെ ഭൃത്യനോടും അവന്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു. അബ്രാഹാം തന്റെ ദാസനായ പരിചാരകനായ എലിയാസറിനെ തന്റെ മകൻ ഇസഹാക്കിന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കാൻ ചുമതലപ്പെടുത്തി ഏൽപ്പിച്ച് അവൻ ഓരോ കാര്യങ്ങൾ കർത്താവിനോട് നിയോഗം വെച്ച് അതിനനുസരിച്ച് കർത്താവ് റെബേക്കായുടെ അടുക്കലേക്ക് എലിയാസറിനെ എത്തിക്കുന്നുണ്ട്, റെബേക്കായുടെ ഭവനത്തിലേക്ക്. അവിടെ നിന്ന് അവർ തിരിച്ചു പോരുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. അവിടെ റെബേക്കായോടൊപ്പം റെബേക്കായുടെ തോഴിയെയും ആ കുടുംബത്തിൽ നിന്ന് ഇവർ അബ്രാഹത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതായി തിരുവചനം പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് റെബേക്കായുടെ കഥകളൊക്കെ അറിയാം. മക്കളായ യാക്കോബും ഏസാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം തന്നെ ഏസാവിനെയും യാക്കോബിനെയും റെബേക്കയ്ക്ക് നഷ്ടമാകുന്നുണ്ട്. റെബേക്ക തന്നെ യാക്കോബിനെ തന്റെ ഭവനത്തിലേക്ക്, തന്റെ ആ ജന്മദേശത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് റെബേക്ക പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് 27-ാം അധ്യായം 45-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ജ്യേഷ്ഠന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്താം. റെബേക്ക മകനായ യാക്കോബിനോട് അവനെ പറഞ്ഞയക്കുന്ന നിമിഷത്തിൽ പറയുന്ന കാര്യമാണ്. ഇവിടെ റെബേക്ക പിന്നീട് എല്ലാം ക്ലിയർ ആയപ്പോൾ പറഞ്ഞയച്ച വ്യക്തിയാണ് ഈ പരിചാരികയായ ദബോറ എന്നാണ് പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റാരെയും ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏൽപ്പിച്ചു വിടാൻ റെബേക്ക വിശ്വസ്തരായി കാണാത്തതിനാലാണ് തന്റെ ഏറ്റവും വിശ്വസ്തയായ പരിചാരികയായ ദബോറയെ തിരിച്ച് ഹാറാനിലേക്ക് പറഞ്ഞു വിടുന്നതെന്നാണ് നമുക്ക് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ വായിച്ച വചനം ദബോറ മരണമടയുന്ന കാര്യമാണ്. മരണമടയുന്നത് ഹാറാനിൽ നിന്ന് യാക്കോബും ഭവനവും തിരിച്ചു വരുന്ന വഴിക്കാണ്. അതായത് ആ കാലം അത്രയും യാക്കോബിന്റെ ആ ഒരു കുടുംബത്തിൽ ദബോറ എന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഹോൾഡ് എന്താണെന്നാണ് ആ ഒരു ഒറ്റ വാക്യത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. തന്റെ അമ്മയായ യാക്കോബിന്റെ അമ്മയായ റബേക്കയെ കുറിച്ച് പിന്നീട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ല. റബേക്കയ്ക്ക് ആ ഭവനത്തിൽ, ആ ഒരു കുടുംബത്തിൽ അധികം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. എന്നാൽ
റെബേക്കായുടെ കുറവ് മുഴുവൻ നികത്തിക്കൊണ്ട് ആ കുടുംബത്തിൽ ഒരു അമ്മയായിട്ട് ദബോറ നിന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ട്. ആ തിരുവചനത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 35 8 തിരുവാക്യം ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റെബേക്കായുടെ പരിചാരികയായ ദബോറ മരണമടഞ്ഞു. ബെഥേലിന്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിന്റെ കീഴെ അവളെ അടക്കി. അതിന് അലോൻ ബാക്കുത്ത് എന്നു പേരുണ്ടായി. ഇവിടെ ആ ഒരു ഓക്കുമരത്തിന് വരെ അവളോട് ആ അർത്ഥം, അലോൺ ബാക്കൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം കണ്ണുനീരിന്റെ ഓക്കുമരം എന്നാണ്. അങ്ങനെ ഒരു പേര് വരത്തക്ക രീതിയിൽ ദബോറയുടെ മരണം ആ കുടുംബത്തെ അഫക്റ്റ് ചെയ്യുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ദബോറ. അത്രമാത്രം കാര്യങ്ങൾ അവിടെ നടന്നിട്ടും ദബോറയെ കുറിച്ച് നമ്മൾ ഒന്നും കാണുന്നില്ല. എന്നാൽ ആ ഒരു വ്യക്തിക്ക് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന റോൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നത് ഈ ഒരു ഒറ്റ വാക്യത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഭവനത്തിലെ പരിചാരികയായിരുന്നു, അമ്മയുടെ പരിചാരികയായിരുന്നു. എന്നാൽ ആ കുടുംബം മുഴുവൻ അവളുടെ മരണത്തിൽ വിലാപത്തിലേക്ക് കടന്നു പോവുകയാ. അവളെ അടക്കിയ സ്ഥലത്തിന് അവർ കണ്ണുനീരിന്റെ ഓക്കുമരം എന്ന് പേരിടുകയാ. അത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നു ദബോറ എന്ന പരിചാരികയ്ക്ക് അവരുടെ ആ കുടുംബത്തിൽ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയും നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കണ്ടുമുട്ടുന്നത്. നമ്മുടെ കുടുംബങ്ങളിലാകാം, സമൂഹത്തിലാകാം, മുൻപന്തിയിലേക്ക് കടന്നു വരാൻ പറ്റാത്തതിനെ ഓർത്ത് വിഷമിക്കുന്ന, കുറച്ചെങ്കിലും വ്യാകുലപ്പെടുന്ന ഓരോരുത്തർക്കും കർത്താവ് നൽകുന്ന ഒരു പ്രചോദനമാണ് ഈ കെത്തൂറയും ദബോറയും ഒക്കെ. കർത്താവ് ഓരോരുത്തർക്കും അവരുടേതായ പങ്ക് നൽകുന്നുണ്ട്. കർത്താവിന്റെ കണ്ണിൽ എല്ലാവർക്കും വിലയുണ്ട്, അവരുടേതായ ശ്രേഷ്ഠതയുണ്ട്. ഇതുപോലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 വ്യക്തിത്വങ്ങളെ കർത്താവിന്റെ ആത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യാക്കോബിന്റെ ഭാര്യമാരായ ലെയായുടെയും റാഹേലിന്റെയും പരിചാരികമാരായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന, തിരുവചനം നമുക്ക് മുൻപിൽ കൊണ്ടുവരുന്ന ബിൽഹായും സിൽഫായും. എന്താ തിരുവചനം പറയുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 29 24 തിരുവാക്യം. ലാബാൻ ലയായ്ക്ക് പരിചാരികയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു. ഇവിടെ യാക്കോബിന്റെയും ലയായുടെയും വിവാഹം കഴിഞ്ഞപ്പോൾ അപ്പനായ ലാബാൻ ലയായ്ക്ക്, തന്റെ മകൾക്ക് സമ്മാനമായിട്ട് തന്റെ തന്നെ അടിമയായ സിൽഫായെ നൽകുകയാണ്. ലയായുടെ പരിചാരികയായിട്ടാണ് സിൽഫായെ തിരുവചനം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. വീണ്ടും 29 തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തന്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയായി നൽകി. വീണ്ടും യാക്കോബും റാഹേലും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ അപ്പനായ ലാബാൻ മകളായ റാഹേലിന് ബിൽഹായെ, തന്റെ അടിമയായ ബിൽഹായെ അവൾക്ക് പരിചാരികയായി നൽകുകയാണ്. ലയായുടെ പരിചാരികയാണ് സിൽഫ, റാഹേലിന്റെ പരിചാരികയാണ് ബിൽഹ. നമുക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. ഇവർ രണ്ടുപേരും തമ്മിൽ മക്കളെ പ്രതി നമുക്കറിയാം, ലയായ്ക്ക് ഒത്തിരി മക്കള് ഉണ്ടായിരുന്നു, എന്നാൽ റാഹേലിന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. അപ്പോൾ റാഹേൽ തന്റെ പരിചാരികയായ ബിൽഹായെ യാക്കോബിന് നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവളിലൂടെ എനിക്ക് കുഞ്ഞുങ്ങളെ നൽകാനായിട്ട്. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 35 25 തിരുവാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ, നഫ്താലി. ദാനും നഫ്താലിയും, ഈ 2 പുത്രന്മാരെ ബിൽഹ ആ ഒരു കുടുംബത്തിലേക്ക് നൽകുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? ലയായുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ്, ആശേർ. അതായത് 4 മക്കളെ യാക്കോബിന് നൽകിക്കൊണ്ട് ഈ പരിചാരികമാർ കർത്താവിന്റെ മുൻപിൽ വിലയുള്ളവരായി തീരുകയാ. നമുക്കറിയാം, ഈ 4 മക്കൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടു, അവരുടെ പേര് ഗാദ്, ആശേർ, ദാൻ, നഫ്താലി. ഇത് 4 ഇസ്രായേലിലെ 4 ഗോത്രങ്ങളായിട്ടാ മാറുന്നത്. 4 ഗോത്രങ്ങളുടെ അമ്മമാരായിട്ട് സിൽഫായും ബിൽഹായും തീരുകയാ. ബൈബിളിൽ ഉടനീളം വീണ്ടും വീണ്ടും കേൾക്കുന്നതാണ് നമ്മൾ ഈ യാക്കോബിന്റെ മക്കളുടെ പേരുകൾ. 12 ഇസ്രായേൽ ഗോത്രങ്ങൾ. അത്രമാത്രം പ്രാധാന്യമുള്ള മക്കൾക്ക് ജന്മം നൽകാൻ കർത്താവ് എടുത്തുപയോഗിച്ചത് പരിചാരികമാരായ ബിൽഹായെയും സിൽഫായെയുമായിരുന്നു. അവർ കർത്താവിന്റെ മുൻപിൽ ഒത്തിരിയേറെ വിലയുള്ളവരായിരുന്നു. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ, ലൗകികമായിട്ട് നോക്കുമ്പോൾ, ലോകത്തിന്റെ മുൻപിൽ അവർ വെറും പരിചാരികമാരാണ്. അവരുടെ ലയായുടെയും റാഹേലിന്റെയും
അവരാണ് യജമാനത്തിമാർ. അവരുടെ പരിചാരികമാരായിട്ട് ലോകം പിന്തള്ളുന്ന അവരെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയാണ്, കർത്താവ് ഉയർത്തുകയാണ്. ഇസ്രായേലിലെ 4 പ്രധാന ഗോത്രങ്ങളുടെ അമ്മമാരായിട്ട് അവർ തീരുകയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവരെ പരിചാരികമാരായി മാത്രം ലോകം കാണുമ്പോൾ കർത്താവ് അവർക്കിട്ട വില എന്തായിരുന്നു? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക. നമുക്ക് തന്നെ വിലയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ വളരെ തഴയപ്പെട്ടവരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കുക, കർത്താവ് നമ്മൾ ഓരോരുത്തർക്കും ഒത്തിരിയേറെ വില നൽകുന്നുണ്ട്. കർത്താവിന്റെ മുൻപിൽ വിലയുള്ളവരാണ് നാം ഓരോരുത്തരും. നമുക്ക് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 തിരുവാക്യങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? കർത്താവ് എന്നോട് അരുളി ചെയ്തു, കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഇവിടെ ജെറമ്യാ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ചാ കർത്താവ് പറയുന്നത്. എന്താ തിരുവചനം പറയുന്നേ? മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, ഞാൻ നിന്നെ നിയോഗിച്ചിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും നാം ആയിരിക്കുന്നത് എത്രമാത്രം പ്രാധാന്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്താണെങ്കിലും നിയോഗത്തിലാണെങ്കിലും അത് കർത്താവ് നൽകിയ ഒരു നിയോഗമാ. കർത്താവ് നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളാ. ലോകത്തിന്റെ മുൻപിൽ വിലയില്ലാത്തതായിരിക്കാം, യാതൊരു മൂല്യവും ഇല്ലാത്തതായിരിക്കാം, നമുക്ക് തന്നെ പലപ്പോഴും നിരാശാജനകമായ അവസ്ഥകളായിരിക്കാം. പക്ഷേ കർത്താവ് നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ നിയോഗിച്ചിട്ടുള്ള ആ ഒരു പർപ്പസിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിന്റെ വില എന്തെന്ന് കർത്താവ് അതിന് കൃത്യമായ വില നൽകുന്നുണ്ട്. ഇന്ന് നമ്മൾ കേട്ട കെത്തൂറ, ദബോറ, ബിൽഹ, സിൽഫ, ഇവരൊക്കെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിയാല് വലിയ പ്രാധാന്യമുള്ളവരൊന്നും ആയിരുന്നില്ല ലോകത്തിന്റെ മുൻപിൽ. എന്നാൽ കർത്താവ് അവർക്ക് എത്രമാത്രം വില നൽകിയെന്ന് നമ്മൾ കണ്ടു. എത്രമാത്രം പ്രാധാന്യമുള്ള റോളുകളിലാണ് കർത്താവ് അവരെ നിർത്തിയതെന്ന് കണ്ടു. പരിശുദ്ധ വചനത്തിൽ അവരുടെ പേരെടുത്ത് പറയത്തക്ക വിധം കർത്താവ് അവർക്ക് മാന്യത നൽകുകയാ. പ്രിയമുള്ളവരെ, നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ 8-ാം അധ്യായം 28-ാം തിരുവാക്യത്തിൽ തിരുവചനം എന്താ നമുക്കൊരു ഉറപ്പ് തരുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒന്നും ശരിയാണെന്ന് തോന്നണമെന്നില്ല. എല്ലാം തെറ്റായ രീതിയിലാണ് പോകുന്നത്, ഒന്നും നേരെയാകുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, എത്ര തന്നെ പ്രശ്നത്തിലാണെങ്കിലും പ്രതികൂലത്തിലാണെങ്കിലും എത്രമാത്രം തഴയപ്പെട്ട അവസ്ഥയിലാണെങ്കിലും എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന തിരുവചനം ഉറപ്പ് തരുന്നത്. ഇതിനുള്ള അനേകം ഉദാഹരണങ്ങൾ കർത്താവ് തിരുവചനത്തിൽ നമുക്ക് മുൻപിൽ തരുന്നുണ്ട്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 1-ാം അധ്യായം 11-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്? തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും. നമുക്കതിന്റെ വില മനസ്സിലാകണമെന്നില്ല, അതിന്റെ പ്രാധാന്യം മനസ്സിലാകണമെന്നില്ല. കർത്താവ് നമ്മെ അതിലേക്ക് പരിപൂർണമായും വിശ്വസ്തയോടെ നമ്മുടെ പരിപൂർണ എഫേർട്ട് അവിടെ കൊടുത്ത് കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോയാൽ കർത്താവിന്റെ മുന്നിൽ നമുക്ക് മാന്യതയുണ്ട്. കർത്താവ് അതിനാവശ്യമായ ഒരു ക്രെഡിറ്റ് നമുക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ പരിപൂർണ സന്തോഷത്തോടെ, ആ ഒരു തൃപ്തിയോടെ കർത്താവിന് സേവനം ചെയ്യുവാനായിട്ട്, കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ, ഒന്നും കുറച്ച് കാണാതെ അത് ഏറ്റവും സന്തോഷത്തോടെ അതിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുവാനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ച ആ വ്യക്തികളുടെ ജീവിതം നമുക്ക് മുൻപിൽ അതല്ലേ കാണിച്ചു തരുന്നത്. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം.
എത്രമാത്രം പ്രാധാന്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥയിലും കർത്താവ് വില നൽകുന്നുണ്ട്. കർത്താവ് നൽകുന്ന വിലയ്ക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ അതിന് മാത്രമേ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ആ ഒരു കൃപ ലഭിക്കുവാനായിട്ട് നമ്മെ നിർത്തിയിരിക്കുന്നതിൽ പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ തൃപ്തിയോടെ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് നൽകിയ നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. പറയുന്നു കർത്താവേ, നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. പ്രാപിക്കാം വിശ്വാസത്താലേ നമുക്ക്, ആനന്ദിക്കാം ആത്മാവിനാഴങ്ങളിൽ. പ്രാപിക്കാം വിശ്വാസത്താലേ നമുക്ക്, ആനന്ദിക്കാം ആത്മാവിനാഴങ്ങളിൽ. വാഗ്ദത്തം ചെയ്ത ദൈവം എന്നോടൊപ്പമുണ്ടല്ലോ, കുന്നുകളും മലകളും പ്രയാസമെന്നെ കേറിയിടും. വാഗ്ദത്തം ചെയ്ത ദൈവം എന്നോടൊപ്പമുണ്ടല്ലോ, കുന്നുകളും മലകളും പ്രയാസമെന്നെ കേറിയിടും. നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ നന്മകളും അങ്ങ് നൽകിയതാണ്. ഞങ്ങൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അങ്ങ് നൽകിയതാണ്. അതിൽ സന്തോഷിച്ച് നന്ദി പറഞ്ഞ് അങ്ങയുടെ വാഗ്ദാനത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഗൂഢമായതൊന്നും നിന്നാൽ മറഞ്ഞിരിക്കില്ല, അംശമായതെല്ലാം പാടെ നീങ്ങിപ്പോയിടും. ഗൂഢമായതൊന്നും നിന്നാൽ മറഞ്ഞിരിക്കില്ല, അംശമായതെല്ലാം പാടെ നീങ്ങിപ്പോയിടും. ആത്മാവിൻ പുതുമഴ ഇന്ന് സഭയിൽ പെയ്യണമേ, അഭിഷേകത്തിൻ അഗ്നിനാവിൻ നിന്നിൽ പതിയണമേ. ആത്മാവിൻ പുതുമഴ ഇന്ന് സഭയിൽ പെയ്യണമേ, അഭിഷേകത്തിൻ അഗ്നിനാവിൻ നിന്നിൽ പതിയണമേ. നിന്നോടൊപ്പം ഞാൻ വസിച്ചിടുവാൻ, എന്നാത്മാവിൻ ദാഹം ശമിച്ചിടുവാൻ, നിൻ സ്വരമൊന്നു കേൾപ്പാൻ, നിൻ മാറിൽ ചാരിടാൻ, തിരുകൃപ എന്നിൽ നിറഞ്ഞു 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 കഴിയണമേ. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റു പറയുന്നു, എല്ലാ നന്മകളും അങ്ങയുടേതാണ്, അങ്ങ് നൽകിയതാണ്, സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്. ഞങ്ങൾ ഏറ്റു പറയുന്ന കർത്താവേ, അങ്ങയുടെ ആ ഒരു ഉദ്ദേശത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ പിന്നിലുള്ളവരാണെങ്കിലും മുൻപിലേക്ക് കയറാൻ സാധിക്കാത്തവരാണെങ്കിലും അങ്ങ് നിയോഗിച്ചെടുത്ത് വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, എവിടെയായിരുന്നാലും പ്രാധാന്യമുള്ള റോളിലാണെങ്കിലും പ്രാധാന്യമില്ലാത്ത റോളിലാണെങ്കിലും ഏറ്റവും വിശ്വസ്തയോടെ അത് പൂർത്തീകരിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിച്ച ജീവിതങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചത് നമുക്ക് സ്വന്തമാക്കാം. കെത്തൂറയിലൂടെ, ദെബോറയിലൂടെ, ബിൽഹായുടെയും സിൽഫായുടെയും ജീവിതത്തിലൂടെ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നാം ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കർത്താവിൻ്റെ കൃപയിൽ ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com.
ഞങ്ങളുടെ അഡ്രസ് പ്രിഷില ഷെക്കന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.